ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലൈനിങ് ബ്ലൗസ്, ഫ്രണ്ട് ബാക്ക് സ്ലീവ് അറ്റാച്ചിങ്, അതുപോലെ തന്നെ ഫ്രണ്ട് റെഡി ബാക്ക് റെഡി എല്ലാം കാണിച്ചു. ഇനി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിൻ്റെ സൈഡ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതും അടിക്കുന്നതും, അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് റെഡിയാക്കുന്നതും ഫുൾ ഫിനിഷിംഗ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും മറന്നു പോകുന്നതിന് മുമ്പ്, അത് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ലൈക്ക് ചെയ്ത ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഇവിടെ ഷേപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് സൈഡ് അടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് എടുക്കേണ്ടത്. ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഫ്രണ്ട് പട്ടിയിൽ, ബട്ടൺ പെട്ടിയിൽ വന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് ഈ ഭാഗം ഇവിടെ വെച്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ എത്രയാണ് വരുന്നത് അത് നോക്കിയിട്ട് അതിൻ്റെ ഭാഗം ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ടക്ക് പിടിച്ചിട്ടുണ്ടല്ലോ, ബാക്കിൽ ടക്ക് പിടിച്ചിരിക്കുന്ന വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇവിടെ വെച്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിൽ മനസ്സിലാകുന്ന പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ സ്ലീവ് ലൂസ് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. ഈ ജോയിൻറ്റിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും ഒന്നിച്ച് വരണം കേട്ടോ. സ്ലീവ് അറ്റാച്ചിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ വരിക. അപ്പം അതിൽ നമ്മൾ ഈ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ഈ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ബോഡി പാർട്ടുകൾ തമ്മിൽ വെച്ച് ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ചെക്ക് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി ചെക്ക് ചെയ്തിട്ട് ശേഷം വേണം സ്ലീവ് അറ്റാച്ച് ചെയ്ത് സൈഡ് അടിക്കാനായിട്ട്. അപ്പോൾ സൈഡ് അടിക്കുമ്പോൾ എപ്പോഴും ഈ ജോയിൻറ്റുകൾ തമ്മിൽ ഒന്നിച്ച് വെച്ച് സ്ലീവിൻ്റെ ലൂസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ മെഷർമെൻറ്റ് ടേപ്പിലെടുക്കുവാണെങ്കിലും തുണിയിലെടുക്കുവാണെങ്കിലും നമ്മളിങ്ങനെ മെഷർമെൻറ്റ് വെച്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം. ഇവിടെ ഒരു മാർക്ക് കൊടുത്ത ശേഷം ഇതിൽ വെച്ച് ഈ ജോയിൻറ്റ് ചേർത്ത് വെച്ച ശേഷം അടിച്ച് ഈ മാർക്കുണ്ടല്ലോ, രണ്ട് മാർക്കുകൾ കാണാമല്ലോ. ഈ രണ്ട് മാർക്കുകൾ തമ്മിൽ ഇവിടെ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ സൈഡ് വലിച്ച് തിരിച്ചടിക്കണം.
സ്റ്റിച്ച് ഇട്ടിട്ട് സൈഡ് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ വൺ സൈഡ് അടിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ എന്തെങ്കിലും കച്ച മാർജിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ത്രെഡുകളെല്ലാം നീറ്റായിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതുപോലെ തന്നെ മറ്റേ സ്ലീവിൻ്റെയും സ്ലീവ് ലൂസ് ചെക്ക് ചെയ്യുക. രണ്ട് സ്ലീവും കൂടെ ഒന്നിച്ച് വെച്ച ശേഷം അതിൻ്റെ സ്റ്റിച്ച് വരുന്ന ആദ്യത്തെ സ്റ്റിച്ച് വരുന്നിടത്ത് മാർക്ക് ചെയ്ത് അവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ബോഡിയിൽ, ആ മാർക്കിന് കറക്റ്റായിട്ട് തന്നെ വെച്ച് ഈ ജോയിൻറ്റിൽ ഫിനിഷ് ചെയ്യണം. വെച്ച് വലിച്ചു കൊടുക്കും. രണ്ട് പീസും കൂടെ ഒന്നിച്ച് വെച്ച് അപ്ലിക്ക്. ബ്ലൗസിൻ്റെ സൈഡ് അറ്റാച്ചിങ് കഴിഞ്ഞ് ബാക്കിയുള്ള കച്ചിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇതിലുള്ള പീസിന് നീറ്റായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. കണ്ടോ, ജോയിൻറ്റ് കറക്റ്റായിട്ട് ജോയിൻ്റ് ഇരിക്കണം. ഈ ജോയിൻറ്റുകൾ തമ്മിൽ ചേരണം. രണ്ട് സ്ലീവിൻ്റെയും ജോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റ് ജോയിൻറ്റിൽ വേണം ഇരിക്കാനായിട്ട്. ഇതുപോലെ ജോയിൻറ്റ് ഇല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ വന്നാൽ കൈക്ക് ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഫ്രണ്ട് ബാക്കും ജോയിൻറ്റ് കറക്റ്റായിട്ട് ഇരുത്തണം. അങ്ങനെ വേണം തയ്ക്കാനായിട്ട്. നമ്മുടെ ബ്ലൗസ് ഇവിടെ ഫിനിഷായി, സൈഡ് അറ്റാച്ചിങ് കഴിഞ്ഞു. നമ്മൾ ഈ ബ്ലൗസിൻ്റെ നെക്ക് റെഡിയാക്കണം. നെക്ക് അടി തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഏത് പീസ് അപ്പ് ആൻഡ് ഡൗൺ കൂടുതലുള്ളത് ആ പീസിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്ത് ചെറുതായിട്ട് കൂടുതലുള്ള 4 ഇഞ്ച് ഇല്ല, കുറച്ച് പീസ് ഇവിടെ കൂടുതലുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി എടുത്ത് കഴുത്തിൻ്റെ നെക്ക് പീസ് കട്ട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് കഴുത്തിൻ്റെ നെക്ക് പീസ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ നെക്ക് പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് ഒരു ഇഞ്ച് വീതിയിൽ കുറച്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ട് അതിനെ ജോയിൻറ്റ് ചെയ്യാം. സ്കെയിൽ വെച്ച് ആദ്യമായിട്ട് ബിഗിനേഴ്സിനൊക്കെയാണ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത ശേഷം അതിന് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ക്രോസ് പീസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പൂർത്തിരിക്കുന്ന ഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ ക്രോസ് പീസ് നെക്കയിലോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് വളഞ്ഞു വരത്തില്ല. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വെച്ചിട്ട് വേണം അത് അറ്റാച്ച് ചെയ്ത് വിടാൻ.
അറ്റാച്ച് ചെയ്ത ശേഷം ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കിന് വെച്ച് കൊടുക്കണം. ഇതൊരു 1/4 ഇഞ്ച് വിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഇവിടെ നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. വരുമ്പോഴേക്കും ഈ സ്റ്റിച്ച് പഠിപ്പിച്ച് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം നമ്മളിവിടെ ഇതടിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ മടക്കി കൊടുക്കാം, നെക്ക് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്ത് അതിൻ്റെ മേലെ 1/4 ഇഞ്ച് മടക്കി കൊടുത്ത ശേഷം ഇതിന് നെക്ക് റൗണ്ട് ഷേപ്പിന് തിരിച്ചു വിടണം. എക്സ്ട്രാ എന്തെങ്കിലും നിൽക്കുമ്പോൾ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് നീറ്റ് ചെയ്യണം കേട്ടോ. ഒരേപോലെ മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നെക്കിന് ഹെമ്മിങ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ വീതി കുറഞ്ഞ് മൂടി വന്നാൽ അതിൻ്റെ നെക്കിന് ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരേ 1/4 ഇഞ്ച് മടക്കി കൊടുക്കണം. എല്ലായിടത്തും ഒരേ 1/4 ഇഞ്ച് നമ്മൾ മടക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെക്ക് ഫിനിഷ് ചെയ്തു. നമ്മൾ ഇതിൻ്റെ ബട്ടൺ, ഷോൾഡർ ബട്ടണിന് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്ത് ജോയിൻ്റ് ചെയ്ത് ഷോൾഡർ ബട്ടണിന് പീസ് ഫോൾഡ് ചെയ്തടിക്കണം. ഷോൾഡർ ബട്ടൺ വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ വെച്ച് ഷോൾഡർ ബട്ടണിൻ്റെ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കുക. രണ്ട് സൈഡിൽ നമ്മൾ ഷോൾഡർ ബട്ടൺ പീസും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ബ്ലൗസ് ഇപ്പോൾ വൈറ്റ് ലൈനിങ് ബ്ലൗസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മുടെ ബ്ലൗസ് ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് ഹുക്സ് ഹെമ്മിങ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ചിങ് വിത്ത് ലൈനിങ് സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. വിത്ത് ലൈനിങ് ബ്ലൗസ്. അപ്പം എല്ലാവർക്കും ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.